എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയോടെ ജീവിക്കുന്ന ലോകത്തെ വലിയൊരു ജനവിഭാഗത്തിൽ തീവ്രവാദം എന്ന ഒരു മഹാവ്യാധി എന്നാരംഭിച്ചു. എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം? ഇതൊന്നും പറയാൻ എളുപ്പമുള്ള കാര്യങ്ങളല്ല. ഈ എളുപ്പമില്ലായ്മ ഇസ്ലാം തീവ്രവാദത്തിൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല. ഹിന്ദു തീവ്രവാദത്തിൻ്റെ കാര്യത്തിലായാലും മൊത്തം എല്ലാ തീവ്രവാദങ്ങളുടെയും തീവ്രവാദമല്ല, ഒരു കാര്യത്തിൻ്റെ തന്നെ തുടക്കം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുഴപ്പിക്കുന്നൊരു പ്രശ്നമാണ്. കാരണം എന്താണെന്നാൽ ഓരോ സംഭവങ്ങളും ഒന്നിൻ്റെ പിറകെ ഒന്ന് എന്ന രീതിയിൽ സംഭവിക്കുകയാണല്ലോ. അതിനിടയിൽ കയറി നമ്മളൊരു പ്രത്യേക സംഭവം എന്ന് തുടങ്ങി എന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. മറ്റൊന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പ്രകൃതിയിൽ മനുഷ്യർ മാത്രമാണ് ഇതുപോലെ തുടക്കങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്. ഒരൊറ്റ പട്ടിയോ പൂച്ചയോ ആനയോ സിംഹമോ യാതൊന്നും എന്തിൻ്റെയെങ്കിലും തുടക്കങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു പുതിയ കാര്യമായതുകൊണ്ട്, ഈ സ്പീഷീസിൻ്റെ മാത്രം കാര്യമായതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഈ വിഷയത്തിലും കാണുമല്ലോ. ഒരു മതവിശ്വാസത്തിലോ കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളിലോ ഗാഢമായി മുഴുകുന്ന ആളുകളിൽ അവരിൽ ചിലർ തീവ്രവാദികളായി മാറുന്നു. അങ്ങനെ മനസ്സിലാക്കുകയാണ് ഏറ്റവും എളുപ്പം. അതിപ്പോൾ അഹിംസയുടെ മതമായ ബുദ്ധമതത്തിലായിക്കോട്ടെ, സ്നേഹിക്കാനായി അയൽക്കാരനെ തേടി നടക്കുന്ന ക്രിസ്തുമതത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മതരീതിയിൽ പ്രവർത്തിച്ചു വരുന്ന നാസ്തിക ഗ്രൂപ്പിൽ പോലും തീവ്രവാദ സ്വഭാവമുള്ളവരുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇസ്ലാമിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്തായാലും ഒരു തുടക്കത്തിന് വേണ്ടി നാം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. സോ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ 1703 എന്ന വർഷത്തിലെ സൗദി അറേബ്യയിലാകട്ടെ ആ തുടക്കം. പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടതുണ്ട്. അന്ന് ഇന്നത്തെ സൗദി അറേബ്യ ഒന്നുമല്ല. അവിടെ ഒരു നജദ് മേഖലയുണ്ട്. അവിടെ 1703 അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചതായി കാണും. ആ കുട്ടി വലുതായപ്പോൾ ഇസ്ലാമിലെ ഹംബലി കർമ്മശാസ്ത്രങ്ങളാണ് കൂടുതൽ പഠിച്ചത്. ഈ രീതിയിൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു വിശ്വാസി നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് കാര്യത്തിനും ഖുറാനും ഹദീസും നോക്കും. പ്രവാചകൻ എന്ത് ചെയ്തു, അതിൽ നിന്നും പുള്ളി അണുകിട മാറില്ല. ഇന്ന് ലോകത്തുള്ള വെറും 5% മുസ്ലിങ്ങൾ മാത്രമാണ് ഈ കടുംപിടുത്ത സ്കൂളുമായി മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ തന്നെ അക്കാലത്ത് അതിലും കുറവ് ആളുകൾ മാത്രമേ ആ സ്കൂളിൽ പോയിരിക്കാൻ വഴിയുള്ളൂ. ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ പിന്തുടരുന്നത് മറ്റൊരു സ്കൂളാണ്, ഹനഫി കൾച്ചർ എന്ന് പറയുന്നു. നിങ്ങൾ എവിടെ ജീവിക്കുന്നു അവിടുത്തെ പ്രാദേശിക സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നാണ് ആ സ്കൂൾ പഠിപ്പിക്കുന്നത്. യുക്തിപൂർവ്വം ചിന്തിക്കണം, നീതിബോധം വെച്ച് വിവേചിക്കണം, പൊതുജന നന്മയ്ക്കനുസരിച്ച് നിയമങ്ങൾ വ്യാഖ്യാനിക്കണം, ഖിയാസ്, റായ്, ഇസ്തിഹസാൻ എന്നൊക്കെ പറയുന്ന സ്കൂൾ ആയതിനാൽ ലോകത്തിലെ 45% മുസ്ലിങ്ങളും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവരെ ശുദ്ധ ഇസ്ലാമായ ഹൻബലി സ്കൂളിലേക്ക് മാറ്റാനാണ് തീവ്രവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒറ്റ വാചകത്തിൽ നമുക്ക് പറയാം. ഹൻബലി സ്കൂളിൽ പഠിച്ച് തീവ്ര വിശ്വാസിയായി മാറിയ അബ്ദുൾ വഹാബ് പല രാജ്യങ്ങളിലും കറങ്ങി അനുഭവ സമ്പത്തുണ്ടാക്കി. മദീന, ബസ്ര, ബാഗ്ദാദ്, ഇറാൻ തുടങ്ങി പല ഇടത്തെയും ഇസ്ലാമിക രീതികൾ ശ്രദ്ധിച്ചപ്പോൾ വഹാബിന് ഒരു കാര്യം കൃത്യമായി മനസ്സിലായി. സലഫുകൾ പഠിപ്പിച്ച മതമല്ല ഇവിടെ ഇപ്പം നിലവിലുള്ളത്. ഇവിടെയുള്ള ഇസ്ലാം ഒരു തട്ടിക്കൂട്ടാണ്. മറ്റു മതവിശ്വാസങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത ഒരു സങ്കര ഇനം ഇസ്ലാമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്ന് പറയുമ്പോൾ അന്നത്തെ സൗദി അറേബ്യയിലുള്ളത്. എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല, ഞാൻ പഠിച്ച ഇസ്ലാം ഇങ്ങനെയല്ല. അപ്പോൾ ഇവിടെ നമ്മൾ സലഫ് എന്ന ഒരു വാക്ക് ഉപയോഗിച്ചു. എന്താണ് ഈ സലഫ്? ആരാണ് സലഫികൾ? സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നാണ് അർത്ഥം. ഇസ്ലാമിൻ്റെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ 4 ടീമാണ്. ഒന്ന് പ്രവാചകൻ, സാക്ഷാൽ നബി. രണ്ടാമത്തേത് സ്വഹാബികളാണ്, നബിയുടെ കമ്പാനിയൻസ്, സഹപ്രവർത്തകർ. മൂന്നാമത്തേത് ഫോളോവേഴ്സ്, താബിയോങ്ങൾ. നാലാമത്തേത് ഫോളോവേഴ്സ് ഓഫ് ഫോളോവേഴ്സ്, താബിയോങ്ങൾ. അങ്ങനെയാണ്, നമുക്ക് അറബിയിൽ പിടിയില്ല. വഹാബിനെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികളുടെ കാലഘട്ടമായിരുന്ന സലഫുകളുടെ കാലമായിരുന്നു യഥാർത്ഥ ഇസ്ലാമിക കാലം. അന്ന് തൗഹീദ് ആയിരുന്നു, അതായത് ഏകദൈവ വിശ്വാസമായിരുന്നു. വിഗ്രഹാരാധന ഉണ്ടായിരുന്നില്ല. പുണ്യാത്മാക്കളുടെ ശവകുടീരങ്ങൾ പോയുള്ള ആരാധന ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്ന് കാണുന്ന ചന്ദനക്കുടം നേർച്ച, മുടി ആരാധന തുടങ്ങിയ ഒന്നും അന്നുണ്ടായിരുന്നില്ല. എത്ര സുന്ദര സുരഭില മധുര മനോജ്ഞ കാലമായിരുന്നു അത്. ആ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകണം. മുസ്ലിം സമൂഹത്തിൽ അവിശ്വാസം അഥവാ കുഫർ കടന്നുകൂടിയിരിക്കുന്നു. ബഹുദൈവാരാധന അഥവാ ശിർക്ക് കടന്നുകൂടിയിരിക്കുന്നു.
ഇടം വലം തിരിഞ്ഞാൽ ബിദഅത്തുകളാണ്. പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ, പ്രവാചകൻ്റെ കാലത്തില്ലാത്ത പുതിയതായ ചേർക്കപ്പെട്ട ആചാരങ്ങൾ. അല്ലാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്നും പറഞ്ഞ് 5 നേരം ബാങ്ക് വിളിച്ചവർ തന്നെ വന്ന് പുണ്യാത്മാക്കളുടെ ഖബറിനെ വന്ദിക്കുന്നു. ചില ആളുകൾ പ്രവാചകൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്നു. മസ്ജിദുകൾ അമിതമായി അലങ്കരിക്കുന്നു, മിനാരങ്ങൾ നിർമ്മിക്കുന്നു, പ്രവാചകൻ്റേതാണെന്നും പറഞ്ഞ് മുടി വരെ പൂജിക്കുന്നു. സ്ത്രീകളാണെങ്കിലോ മുഖവും ശരീരവും അന്യപുരുഷൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. സൂഫികൾ എന്ന് പറയുന്ന കുറേ മുസ്ലിങ്ങൾ പോയി ധ്യാനിക്കുന്നു. അവരുടെ ഖബറുകളിൽ വേറെ ചിലർ പോയി ദിയ ചൊല്ലുന്നു, നേർച്ച നടത്തുന്നു. ഇതൊക്കെ ബിദ്അത്തുകളാണ്. അതായത് പുതുതായി ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. പ്രവാചകൻ തന്ന മതം മൊത്തം കലർപ്പാക്കിയിരിക്കുന്നു. ഈ പുതുതായി ചേർത്തതെല്ലാം നിഷിദ്ധമാക്കി മാറ്റണം. എന്നിട്ട് പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. മടങ്ങിപ്പോയേ പറ്റൂ. ഇതാണ് വഹാബ് മുന്നോട്ട് വെച്ച ആശയം. ഇതിനെയാണ് നമ്മൾ വഹാബിസം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദു മതവിശ്വാസികൾ പറയും, ഈ ശബ്ദം ഞങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതെ, അങ്ങനെ ഒന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. വേദകാലത്തേക്ക് മടങ്ങിപ്പോകുക. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശബ്ദമാണത്. വേദങ്ങൾ എഴുതപ്പെട്ട കാലത്ത് ഇന്നത്തെ പോലെ ജാതിയില്ല, കലർപ്പില്ല, ധർമ്മച്യുതിയില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസം. കുറച്ചുകൂടി പിന്നോക്കം പോകുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ശബ്ദം കേൾക്കാം. അദ്ദേഹം പറയുന്നു, ഏറ്റവും ധാർമ്മികതയുള്ള സുവർണകാലം എന്ന് പറഞ്ഞാൽ വർണ്ണവ്യവസ്ഥ കൃത്യമായി പുലർന്നിരുന്ന കാലമാണ്. ബ്രാഹ്മണൻ ദൈവങ്ങൾക്ക് ഇടനില നിന്ന് ദൈവഹിതം ജനങ്ങളെ അറിയിക്കുന്നു. അതിനനുസരിച്ച് ക്ഷത്രിയൻ ഭരിക്കുന്നു, വൈശ്യൻ കച്ചവടവും കൃഷിയും ചെയ്യുന്നു, ശൂദ്രൻ ഇവർ 4 പേർക്കും വേണ്ട സേവനം ചെയ്തുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുന്നു. ഇതിൽ ഒരു ജാതിയുടെ പണി ആ ജാതി തന്നെ ചെയ്യുന്നിടത്തോളം കാലം മാത്രമേ ഭൂമിയിൽ ധർമ്മം പുലരുകയുള്ളൂ. ഒരു ജാതിയുടെ കർമ്മം മറ്റൊരു ജാതിക്കാരൻ ചെയ്യരുത്. ഉദാഹരണമായി, ഒരു ചെത്തുകാരൻ എന്നും കള്ള് ചെത്തി ജീവിക്കണം. അവൻ വേറൊരു പണിക്ക് പോകാൻ പാടില്ല. അവൻ പഠിച്ച് ഇനിയിപ്പോൾ ഡോക്ടറായാൽ കർമ്മദോഷം ഉണ്ടാകും, ധർമ്മം നശിക്കും, ജാതികൾ തമ്മിൽ കലർന്ന് അശുദ്ധി ഉണ്ടാകും. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ശുദ്ധി എന്ന സങ്കല്പം അത് പണ്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് തീവ്രവാദം? അതിന് ഇങ്ങനെ ഒരു നിർവചനം കൂടി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ശുദ്ധി നിലനിന്നിരുന്ന ആ കാലത്തെ പുനഃസൃഷ്ടിക്കണം എന്ന വാദം, ഇതാണ് ഈ തീവ്രവാദം. അത് എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാദത്തിന് എന്തായാലും കുറച്ചു പേരെ ആകർഷിക്കാൻ കഴിയുമല്ലോ. അബ്ദുൾ വഹാബിനും കുറച്ചു പേരെ കിട്ടി, അനുയായികളായി കിട്ടി. അതിൽ ഒരാൾ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബ്ൻ സൗദ്. അറേബ്യയിലെ ദിറയ്യ എന്ന ഒരു കൊച്ചു പട്ടണത്തിലാണ് ഈ സൗദ് താമസിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിച്ചിരുന്നത്. ആ ആൾ വെറുതെ ഒരു കുടുംബക്കാരനായിരുന്നില്ല, ആ കൊച്ചു പ്രദേശത്തെ ഒരു അമീറായിരുന്നു. കുടുംബപ്പേരാണ് ഈ സൗദ്. അമീർ എന്നാൽ ഭരണാധികാരി. അബ്ദുൾ വഹാബിൻ്റെ നാട് അതിൻ്റെ അടുത്ത് ദിറയ്യ പട്ടണത്തിന് അടുത്തുള്ള ഒരു ഉയ്ന എന്ന് പറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. പുള്ളി അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വഹാബിസം ആദ്യം നടപ്പാക്കാൻ നോക്കിയത്. അവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിതചര്യകളിൽ അദ്ദേഹം ശുദ്ധി അടിച്ചേൽപ്പിക്കാൻ നോക്കി. 1740കളിൽ ഒരു സ്ത്രീയെ പിടിച്ച് വ്യഭിചാര കുറ്റത്തിൻ്റെ പേരിൽ പുള്ളി വിചാരണ ചെയ്ത് കല്ലെറിഞ്ഞ് കൊല്ലാൻ ആളുകളോട് പറഞ്ഞു. പക്ഷെ ആളുകൾ പകച്ചു. ഒറിജിനൽ ഇസ്ലാമിക ശിക്ഷ ഇങ്ങനെയാണെന്ന് ഖുറാനും ഖദീസും ചൊല്ലി വഹാബ് പ്രചോദിപ്പിച്ചപ്പോൾ ആ ആൾക്കൂട്ടം ആ സ്ത്രീയെ കല്ലെറിഞ്ഞു. എന്നാൽ ഇത്തരമൊരു ഇസ്ലാമിക രീതി ആ നാട്ടിൽ നടപ്പുണ്ടായിരുന്നില്ല. ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം ഇസ്ലാമിലുണ്ടെന്ന് ആ നാട്ടിലെ ആളുകൾ കേൾക്കുന്നത്. ഇത് കേട്ട അവിടുത്തെ ഗോത്ര നേതാക്കന്മാർ അവിടുത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്ന ഉദ്മാൻ മുഹമ്മറിനോട് ഇങ്ങനെ പറഞ്ഞു, ഇവനെ വളർത്തിക്കൂടാ, നാട് വിട്ട് ഓടിക്കണം. അങ്ങനെ വഹാബിൻ്റെ അനുയായികളും അവിടെ നിന്ന് നാട് കടത്തപ്പെട്ടു. പക്ഷേ അവർക്ക് ചെല്ലാൻ സ്ഥലമുണ്ടല്ലോ. അവർ നേരെ ചെന്നത് അനുയായിയായ നമ്മൾ മുമ്പ് പറഞ്ഞ മുഹമ്മദ് ഇബിൻ സൗദിൻ്റെ അടുത്തേക്കാണ്. അതായത് അവിടുത്തെ ദിറയ്യയിലേക്കാണ് പോകുന്നത്. ദിറയ്യയിലെ ഭരണാധികാരിയാണ് ഈ അനുയായിയായ സൗദ്. അപ്പോൾ അവിടെ വെച്ച് അവിടെ അവരുടെ സംരക്ഷണയിൽ കഴിയുന്ന കാലത്ത് 1744 കൃത്യം കൊല്ലമാണ് വഹാബ് സൗദുമായി ഈ ഭരണാധികാരിയുമായി ഒരു ഉടമ്പടിയിലേർപ്പെട്ടു. അബ്ദുൾ വഹാബ് എന്ന മതപണ്ഡിതൻ ഇബൻ സൗദിന് മതപരമായ നേതൃത്വം നൽകും, ആത്മീയമായ ഉന്നതിയും നൽകും. അതിന് പകരമായി ഈ സൗദ്
രാഷ്ട്രീയമായും സൈനികമായും ആ നാടിനെ നയിക്കും. ഇതായിരുന്നു ഉടമ്പടി. ഇത് കേൾക്കുമ്പോൾ ബ്രാഹ്മണരും ഇന്ത്യയിലെ ചില രാജാക്കന്മാരും തമ്മിലുള്ള ബന്ധം പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. വഹാബിൻ്റെ മതപരമായ പിന്തുണയും ഇബ്ൻ സൗദിൻ്റെ സൈനിക രാഷ്ട്രീയ മുന്നേറ്റവും രണ്ടും വെച്ചടി കയറി വലിയ റിസൾട്ട് ഉണ്ടാക്കി. അവർ തൊട്ടടുത്ത പട്ടണങ്ങളെ കീഴടക്കി ലോകത്തിലാദ്യമായി ഒരു വഹാബി രാഷ്ട്രം സ്ഥാപിച്ചു. മുഹമ്മദ് ഇബ്ൻ സൗദിൻ്റെ കുടുംബ പേരായ സൗദി എന്ന് ആ രാജ്യത്തിന് പേരിട്ടു. ലോകത്തിലെ ആദ്യത്തെ സൗദി എന്ന രാഷ്ട്രം. ഇന്നത്തെ സൗദി അറേബ്യ എന്ന പേരിൽ കാണുന്ന സൗദി എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി കാണുമെന്ന് കരുതുന്നു. മാത്രമല്ല, അവിടെ എന്തുകൊണ്ടാണ് ഇന്നും ഏറ്റവും കടുത്ത ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്നതെന്നും നമുക്ക് ഈ വഹാബിസം എന്താണെന്ന് മനസ്സിലായാൽ മനസ്സിലാവും. നജിദ് താഴ്വയായിരുന്നു അവരുടെ ആസ്ഥാനം. എന്നാൽ ഹിജാസ് മേഖലയുടെ അധികാരം അവർക്കായിരുന്നില്ല. ഹിജാസ് മേഖലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു കുറവാണെന്ന് തന്നെ തോന്നാം. കാരണം അവിടെയാണ് മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലങ്ങളായ മെക്കയും മദീനയും. ഈ നജിദിൽ നിന്നും ഒരൊട്ടകം ഒരു ദിവസം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്തായിരുന്നു മെക്ക. പക്ഷേ ആ പുണ്യഭൂമിയെല്ലാം ഖാഷിമറ്റ് എന്ന മറ്റൊരു കുടുംബത്തിൻ്റെ കീഴിലായിരുന്നു. പ്രവാചകൻ മുഹമ്മദിൻ്റെ പിതൃ വംശ പരമ്പരയായ ബനു ഹാഷിമിൽ നിന്നുള്ളവരാണ് ആ കാര്യങ്ങളൊക്കെ മക്കയുടെയും മദീനയുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നത്. മാത്രമല്ല, ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പിന്തുണയും ആ കുടുംബത്തിനുണ്ടായിരുന്നു. ഓട്ടോമന്മാർ എന്ന് പറയുന്നത് വലിയ രാജാക്കന്മാരാണ്, സുൽത്താന്മാരാണ്. അവർ തൊട്ടടുത്തല്ലെങ്കിലും അറേബ്യയുടെ ഏത് ഭാഗം വേണമെങ്കിലും പിടിച്ചടക്കാൻ അവർക്ക് അന്നുമാകുമായിരുന്നു. അത്രയ്ക്കും പ്രബലമായിരുന്നു ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യം. അതുകൊണ്ട് ഓടിച്ചെന്ന് മെക്കയും മദീനയും പിടിച്ചെടുക്കാൻ ഈ വഹാബികൾക്ക് കഴിഞ്ഞില്ല. ആ നിറവേറാത്ത ആഗ്രഹവുമായി ഇബ്ൻ സൗദ് 1765 മരിച്ചുപോയി. അബ്ദുൾ വഹാബ് എന്ന വഹാബി, ആദ്യത്തെ വഹാബി 1792 മരിച്ചു. സൗദ് മരിച്ചപ്പോൾ അയാളുടെ മകൻ അധികാരത്തിൽ വന്നു. വഹാബ് മരിച്ചു, വഹാബിസവും മരിച്ചില്ല. അത് മുമ്പത്തേക്കാൾ ശക്തമായി. സൗദിൻ്റെ മകൻ അബ്ദുൾ അസീസും വഹാബി പടയാളികളും ചേർന്ന് 1803 മക്ക പിടിക്കുക തന്നെ ചെയ്തു. ആ കഥയിലേക്ക് പിന്നെ വരാം. വഹാബികൾ സുന്നികൾ എന്ന വിഭാഗമായിരുന്നു. ഇസ്ലാമിൽ സുന്നികളെ പോലെ ഷിയാകൾ എന്ന ഒരു കൂട്ടർ കൂടിയുണ്ട്. എല്ലാം അധികാരവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഏത് നേതാവും മരിക്കുന്നത് വരെ ആ ഗ്രൂപ്പിൽ അധികാര തർക്കം ഉണ്ടാകില്ല. എന്നാൽ ആൾ പടമായി കഴിഞ്ഞാൽ പിന്നെ തമ്മിലടിയായി. ഈ തമ്മിലടിയുടെ ചരിത്രം പറയണമെങ്കിൽ പ്രവാചകൻ്റെ മരണ സന്ദർഭത്തിലേക്ക് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് പോകേണ്ടതുണ്ട്. പ്രവാചകൻ മുഹമ്മദ് 632 ആണ്ട് ജൂൺ 8 ഐഷയുടെ മുറിയിൽ വെച്ച് 63ാമത്തെ വയസ്സിൽ മരിച്ചു. ജ്വരവും രോഗവും മൂലമാണെന്ന് ചിലർ പറയുന്നു. ഒരു യഹൂദ സ്ത്രീ കൊടുത്ത മാംസം കഴിച്ചത് കൊണ്ടാണെന്ന് പറയുന്നു മറ്റു ചിലർ. അദ്ദേഹം മരിച്ചു കിടക്കെ സ്വഹാബികൾ, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ 2 ടീമായി തിരിഞ്ഞു. മെക്കയിൽ നിന്ന് പ്രവാചകൻ്റെ ഒപ്പം മദീനയിലേക്ക് കുടിയേറിയവരാണ് ഒരു കൂട്ടർ. അവരെ മുഹാജിറുകൾ എന്ന് വിളിച്ചു. മുഹാജിറുകൾ. പ്രവാചകന് മദീനയിൽ ആതിഥ്യമരുളിയവരാണ് മറ്റേ രണ്ടാമത്തെ കൂട്ടർ. അവരെ അൻസാരികൾ എന്നും വിളിച്ചു. മുഹാജിറുകൾ വേഴ്സസ് അൻസാറുകൾ. 2 കൂട്ടരും തമ്മിൽ പൊരിഞ്ഞ തർക്കം. ആരാകണം പുതിയ ഖലീഫ? അധികാര തർക്കത്തിൻ്റെ ആവേശത്തിൽ പ്രവാചകനെ അടക്കം ചെയ്യാൻ ആരുമില്ലായിരുന്നു എന്ന് ഒരു വിഭാഗം പറയുന്നു. അദ്ദേഹം നിശ്ചേതനായി, അനാഥനായി 2 ദിവസം കടന്നെന്നാണ് ആ വിഭാഗം പറയുന്നത്. തിങ്കളാഴ്ച മരിച്ച നബിയെ ബുധനാഴ്ച പുലർച്ചെ സംസ്കരിച്ചുവെന്ന് സുന്നികൾ പറയുന്നു. എല്ലാവരും പുതിയ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പിൽ വ്യാപൃതരായപ്പോൾ ഏകമകൾ ഫാത്തിമയും ഭർത്താവ് അലിയും കൂടി ചൊവ്വാഴ്ച തന്നെ പ്രവാചകനെ സംസ്കരിച്ചു. ഡിലേ ഉണ്ടായിരുന്നില്ല എന്ന് ഷിയാക്കളും പറയുന്നു. ആയിഷയുടെ വീടിനകത്താണ് പ്രവാചകനെ സംസ്കരിച്ചത്. ഒരു പ്രവാചകനെ അവൻ മരിക്കുന്ന സ്ഥലത്താണ് അടക്കം ചെയ്യേണ്ടത് എന്ന പരേതനായ പ്രവാചകൻ്റെ താല്പര്യപ്രകാരമാണ് അങ്ങനെ ഉണ്ടായത് എന്ന് പറയുന്നു. ഇത് ഷിയ സുന്നി വിഭാഗങ്ങൾ ഒരേപോലെ ശരിവയ്ക്കുന്നു. മുഹമ്മദ് പ്രവാചകനായിരുന്നല്ലോ. താൻ മരിച്ചാൽ ഇവന്മാരെല്ലാവരും കൂടി തല്ലുകൂടുമെന്ന് മുൻകൂട്ടി കാണാനുള്ള പ്രവാചകത്വം മുഹമ്മദിന് ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം തൻ്റെ പിൻഗാമി ഇന്നയാളാണെന്ന് എഴുതി വച്ചില്ല? എങ്കിൽ ഇന്നും തീർന്നിട്ടില്ലാത്ത സംഘർഷങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഈ ചോദ്യം ന്യായമാണ്. 2 ഉത്തരങ്ങളാണ് ഇതിനുള്ളത്.
ഒന്ന്, അത് പ്രവാചകൻ്റെ സ്വഭാവ നൈർമല്യമാണ്. അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർ ഒരുപാടുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ നേതാവാക്കിയാൽ, അങ്ങനെ പറഞ്ഞാൽ, നിർദ്ദേശിച്ചാൽ മറ്റുള്ളവർക്ക് വിഷമമാകും എന്ന് അദ്ദേഹം കരുതി കാണണം. ഉദാഹരണമായി അബൂബക്കർ, അദ്ദേഹം പ്രവാചകൻ്റെ സമപ്രായക്കാരനാണ്. മാത്രമല്ല പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആയിഷയുടെ അച്ഛനുമാണ്. മുഹമ്മദിന് പ്രവാചകത്വമുണ്ട് എന്ന് ആദ്യം വിശ്വസിച്ച ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. പ്രവാചകൻ ബുറാക്കിൻ്റെ പുറത്ത് കയറി ഏഴാകാശം കടന്ന് അല്ലാഹുവിനെ കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതും വിശ്വസിച്ച ടീമാണ് അദ്ദേഹം. ഉമ്മറാണെങ്കിൽ ഖുറാൻ ചൊല്ലിക്കേട്ടതിന് ശേഷം മാത്രം പ്രവാചകനിൽ വിശ്വസിച്ച ആളാണ്. അതിനുശേഷം സ്വന്തം മകൾ ഹബ്സയെ പ്രവാചകന് വിവാഹം കഴിച്ച് കൊടുത്ത ആളാണ്. പിന്നെയുള്ളത് ഉസ്മാനാണെങ്കിൽ പ്രവാചകൻ്റെ 2 പെൺമക്കളുടെ ഭർത്താവാണ്. ആദ്യം പ്രവാചകൻ്റെ മകൾ റുഖിയയെ വിവാഹം ചെയ്തു. റുഖിയ മരിച്ചപ്പോൾ പ്രവാചകൻ്റെ മറ്റൊരു മകളായ ഉമ്മു കുൽസുവിനെയും വിവാഹം ചെയ്തു. അലിയാണെങ്കിൽ പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായ ഫാത്തിമയെ വിവാഹം ചെയ്തയാളാണ്. മുഹമ്മദിനെ പ്രവാചകനാക്കിയ ഖദീജയുടെ മകളാണ് ഫാത്തിമ. അപ്പോൾ ഈ 4 പേരും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരാണല്ലോ. അതുമാത്രമല്ല, ഈ അലിയുടെ പ്രത്യേകത, 10 വയസ്സിൽ തന്നെ പ്രവാചകനിൽ വിശ്വസിച്ച ആളാണ് അലി. ഫാത്തിമയെ കല്യാണം കഴിച്ച അലി. പ്രവാചകൻ കൊല്ലപ്പെടുമെന്ന് തോന്നിയ ഒരു രാത്രിയിൽ ആൾമാറാട്ടം നടത്തി പ്രവാചകൻ്റെ കിടക്കയിൽ പോയി കിടന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ വ്യക്തിയും കൂടിയാണ് അലി എന്ന് പറയുന്നു. അപ്പോൾ ഒന്നിനെ വിട്ട് ഒന്നിനെടുക്കാൻ കഴിയാത്തത് കൊണ്ട് പ്രവാചകൻ നല്ലവനായിരുന്നതിനാൽ പിൻഗാമിയെ പ്രഖ്യാപിച്ചില്ല എന്നാണ് പ്രധാനമായി പറയുന്ന കാരണം. രണ്ടാമത്തെ ന്യായീകരണം മറ്റൊന്നാണ്. മരണക്കിടക്കയിൽ വെച്ച് പ്രവാചകൻ ഒരു കടലാസും പേനയും ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്ക് തോന്നി ഇതെന്തോ ഒരു വിവരം എഴുതി വെക്കാനാണെന്ന് തോന്നിയിട്ട് പറഞ്ഞു, ഖുറാൻ ഉള്ളപ്പോൾ വേറൊന്നും വേണ്ട നബിയെ എന്ന് ഈ ഉമ്മർ പറഞ്ഞു. ആ പുസ്തകവും പേനയും കൊടുത്തില്ല, അല്ലെ കടലാസ്, അന്നത്തെ കടലാസാണ് കേട്ടോ, അത് കൊടുത്തില്ല എന്ന്, അതുകൊണ്ടാണ് എഴുതാൻ കഴിയാഞ്ഞതെന്നുമാണ് ആ ന്യായീകരണം. എന്തായാലും മുഹമ്മദ് ഒരാളെ നിർദ്ദേശിച്ചില്ല. അതിൻ്റെ പേരിൽ ചരിത്രത്താളുകൾ മുങ്ങിത്താഴാൻ മാത്രമുള്ള ചോര പ്രളയങ്ങൾ സൃഷ്ടിക്കാൻ ഈ അനിശ്ചിതത്വം കാരണമായി. പുതിയ ഖലീഫ ആരാകണമെന്ന് സംബന്ധിച്ച് മക്കയിലെ മുഹാജിറുകളുടെ പ്രധാന വാദം, അതായത് മക്കയിൽ നിന്ന് പ്രവാചകൻ്റെ ഒപ്പം കൂടിയ ആളുകളുടെ വാദം, ഖുറൈഷ് ഗോത്രമാണ് അറേബ്യയിൽ ഏറ്റവും കേന്ദ്രീകരിച്ച ഗോത്രം. ഖലീഫ മക്കയിൽ നിന്നും വന്നവരിൽ നിന്നൊരാളായിരിക്കണം. അഹ്ലു സുന്നവൽ ജമാ എന്നാണ് അവരുടെ അടുത്ത വാദം. അതിൻ്റെ അർത്ഥം പ്രവാചകൻ്റെ സുന്നത്ത് ചര്യ പിന്തുടരുന്ന സ്വഹാബികളിൽ നിന്ന് ഒരാളെ ഖലീഫയായി തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. പ്രവാചകൻ്റെ ചര്യകൾ പിന്തുടരുന്നവർ, അതാണ് സുന്നത്ത്. അഹ്ലു സുന്നവൽ ജമാ, ആ വാചകത്തിൽ നിന്നുള്ള സുന്ന എടുത്താണ് ഈ സുന്നി എന്ന ചുരുക്കപ്പേര് പിന്നീട് വരുന്നത്. മദീനക്കാരായ ആളുകളെ നമ്മൾ പറഞ്ഞു അൻസാറുകൾ എന്നാണ് വാദിക്കുക. അപ്പോൾ ഈ അൻസാറുകളാണ് പ്രവാചകന് അഭയം കൊടുത്തത് എന്ന് നമുക്കറിയാം, മദീനയിൽ അഭയം കൊടുത്തത്. അപ്പോൾ അവരുടെ വാദം മദീനക്കാർക്കും ഖലീഫയാകാമെന്നായിരുന്നു. ഖിലാഫത്ത് നമുക്ക് കിട്ടണം, അതായത് ഖലീഫ സ്ഥാനം നമുക്ക് കിട്ടണം, കാരണം നമ്മൾ പ്രവാചകനെ മദീനയിലേക്ക് സ്വീകരിച്ചു, സംരക്ഷിച്ചു. അപ്പോൾ അവരുടെ വാദത്തിന് അടിസ്ഥാനമുണ്ട്. അതിൽ തന്നെ പ്രവാചകൻ്റെ കുടുംബത്തിനായിരിക്കണം പ്രാമുഖ്യം. പ്രവാചകൻ്റെ മകളായ ഫാത്തിമയുടെ ഭർത്താവായിരുന്നു അലി. അദ്ദേഹം ഖുറേഷി ഗോത്രത്തിൽ നിന്ന് തന്നെ ഉള്ള ആളായിരുന്നു, എന്നാൽ മദീനയിലായിരുന്നു താമസം. അപ്പോൾ പ്രവാചകൻ്റെ കുടുംബമാണ്, ഒപ്പം മദീനക്കാരനാണ്. അതിനാൽ അലി ആയിരിക്കണം ആദ്യ ഖലീഫ എന്ന് അൻസാറുകൾ കൃത്യമായും വാദിച്ചു. അവരാണ് പിന്നീട് ഷിയാകൾ ആയി മാറിയത്. വെറും ഷിയ അല്ല, ഷിയാത്ത് അലി എന്നാണ് അറേബ്യയിൽ പറയുക. അലിയുടെ പാർട്ടിക്കാർ എന്നാണ് ഷിയാത്ത് അലി അല്ലെങ്കിൽ ഷിയ എന്ന് അർത്ഥം. അന്നത്തെ അർത്ഥവും ഇന്നത്തെ അർത്ഥവും ഒന്ന് തന്നെ. ഷൊറൽ ഷിയ ആണെന്ന് പറഞ്ഞാൽ അലിയുടെ പക്ഷമാണ് അദ്ദേഹം എന്നാണ്. ഈ വാദത്തിൽ അലിയുടെ പക്ഷത്ത് നിൽക്കുന്നു. പ്രവാചകൻ്റെ കുടുംബത്തിനോട് എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അതൊന്നും നടപ്പായില്ല. തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഖലീഫയെ കണ്ടെത്തുക എന്ന തോട്ടിനാണ്
ഭൂരിപക്ഷം കിട്ടിയത്. അപ്പോൾ ഇസ്ലാം അതിൻ്റെ പിറവിയിൽ ജനാധിപത്യത്തെ ആശ്ലേഷിച്ചു. പിന്നീട് വന്ന ചില ഖലീഫമാരാണ് അതിനെ ഏകാധിപത്യവും രാജാധിപത്യവും ആക്കി മാറ്റിയത് എന്നതിന് ശക്തമായ തെളിവുകൾ ആദ്യം തന്നെ ലഭ്യമാണ്. ഇന്ന് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളിൽ റദ്ദ് ചെയ്ത് ഏകാധിപത്യ ഭരണക്രമം കൈയാളുന്ന ഇന്നത്തെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ആ കണക്കിന് അനിസ്ലാമികം ആണ്. കാരണം പ്രവാചകന് ശേഷം അനുയായികൾ തലവനെ കണ്ടെത്തിയത് പോലും ജനാധിപത്യപരമായിട്ടാണ്. അതല്ല ഇന്ന് അറേബ്യൻ രാജ്യങ്ങളും ഇറാൻകാരും അഫ്ഗാൻകാരും ഹമാസും ചെയ്തു വരുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. അതുവരെ നന്ദി, നമസ്കാരം.